ഭഗവത്ഗീത അധ്യായം 5 സന്യാസയോഗ ആരംഭിക്കുന്നു. ശ്ലോകം 1 മുതൽ 14 വരെ ഈ വീഡിയോയിൽ കേൾക്കാം. ആദ്യം സംസ്കൃതത്തിൽ ശ്ലോകപാരായണവും തുടർന്ന് അതിന്റെ മലയാള പരിഭാഷയും ശ്രവിക്കാം. ശ്രദ്ധയോടെ ഭക്തിപൂർവം കേട്ടുകൊള്ളുക. അഥ പഞ്ചമോऽധ്യായഃ അർജുന ഉവാച സന്ന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, സന്യാസവും പിന്നെ കർമ്മയോഗവും അങ്ങ് ഉപദേശിക്കുന്നു. ഈ രണ്ടിൽ ഏതാണ് ശ്രേയസ്കരം എന്നത് നിശ്ചിതമായി എനിക്ക് പറഞ്ഞു തരിക. ശ്രീഭഗവാനുവാച സന്ന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്ന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാന് പറഞ്ഞു, സന്യാസവും കർമ്മയോഗവും രണ്ടും മുക്തിപ്രദമാണ്. എന്നാൽ ആ രണ്ടിൽ കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠം. നിത്യസന്ന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. മഹാബാഹോ, ഏതൊരുവൻ ദ്വേഷിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്നില്ലയോ അവൻ നിത്യസന്യാസി എന്നറിയുക. എന്തുകൊണ്ടെന്നാൽ ദ്വന്ദ്വാതീതൻ ബന്ധത്തിൽ നിന്ന് നിഷ്പ്രയാസം മുക്തനാകുന്നു. സാംഖ്യയോഗോ പൃഥഗ് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. സാംഖ്യവും യോഗവും വെവ്വേറെയായി അജ്ഞന്മാർ പറയുന്നു. പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല. ഒന്നെങ്കിലും വേണ്ടവിധം അനുഷ്ഠിക്കുന്ന പക്ഷം രണ്ടിന്റെയും ഫലം ലഭിക്കും. യത്സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ഏത് സ്ഥാനം സാംഖ്യന്മാർ നേടുമോ അത് യോഗികളും നേടും. സാംഖ്യവും യോഗവും ഒന്നുതന്നെയെന്ന് കാണുന്നവനത്രേ സത്യത്തെ കാണുന്നവൻ. സന്ന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹേ മഹാബാഹോ, എന്നാൽ സന്യാസം യോഗം കൂടാതെ പ്രാപിക്കാൻ പ്രയാസമാണ്. യോഗനിഷ്ഠനായ മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ശുദ്ധചിത്തനും മനഃസംയമനം സാധിച്ചവനും ജിതേന്ദ്രിയനും സർവഭൂതങ്ങളിലുമുള്ള ആത്മാവു തന്നെ തന്നിലുമുള്ളതെന്ന് കാണുന്നവനുമായ കർമ്മയോഗി കർമ്മം ചെയ്യുന്നെങ്കിലും അതുമൂലം ബദ്ധനായിത്തീരുന്നില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. യോഗയുക്തനായ തത്വജ്ഞൻ കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, ഭക്ഷിക്കുക, നടക്കുക, ഉറങ്ങുക, ശ്വസിക്കുക, സംസാരിക്കുക, മലമൂത്രവിസർജനം ചെയ്യുക, എടുക്കുക, കണ്ണു തുറക്കുക, കണ്ണടയ്ക്കുക, ഇവയൊക്കെ ചെയ്താലും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നു.
ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസ. യാതൊരുവൻ ആസക്തി കൈവിട്ട് ബ്രഹ്മത്തിൽ സമർപ്പിച്ച് കർമ്മം അനുഷ്ഠിക്കുന്നുവോ അവൻ വെള്ളത്താൽ നനക്കാൻ പറ്റാത്ത താമരയിലെ പോലെ പാപത്താൽ മലിനമാക്കപ്പെടുന്നില്ല. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ഇന്ദ്രിയങ്ങൾ മാത്രം കൊണ്ടും ആത്മശുദ്ധിക്ക് വേണ്ടി യോഗികൾ നിസ്സംഗരായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യോഗയുക്തൻ കർമ്മഫലം ഉപേക്ഷിച്ചു ദൃഢപ്രതിഷ്ഠമായ ശാന്തി കൈവരിക്കുന്നു. യുക്തനല്ലാത്തവൻ കാമം മൂലം ഫലത്തിൽ ആസക്തനായി ബദ്ധനായിത്തീരുന്നു. സർവകർമാണി മനസാ സന്ന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമ്മങ്ങളും മനസ്സ് കൊണ്ട് ഉപേക്ഷിച്ച് ഇന്ദ്രിയ മനോജയം നേടിയ ദേഹധാരിയായ ജീവാത്മാവ് പ്രവർത്തിക്കാതെയും പ്രവർത്തിപ്പിക്കാതെയും 9 വാതിലുള്ള പുരത്തിൽ ശരീരത്തിൽ സുഖമായി വസിക്കുന്നു. ന കർതൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഈശ്വരൻ പ്രാണികൾക്ക് കർമ്മങ്ങളെയോ അവയുടെ കർത്തൃത്വത്തെയോ സൃഷ്ടിക്കുന്നില്ല. അവരെ കർമ്മഫലത്തോട് സംയോജിപ്പിക്കുന്നുമില്ല. സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. ഭഗവത്ഗീത അധ്യായം 5 സന്യാസയോഗ വീഡിയോകൾ തുടരും.